ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെളുത്തുള്ളി അച്ചാറാണ്. വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ വീടുകളിൽ സാധാരണ ഉണ്ടാകുന്ന വളരെ കുറച്ച് ചേരുവകളും മാത്രം മതി ഈ അച്ചാർ തയ്യാറാക്കുവാൻ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് ഈ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഒരു പാത്രത്തിലേക്ക് ഞാൻ 200 ഗ്രാം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അച്ചാർ കൂടുതൽ ടേസ്റ്റ് കിട്ടാനും കൂടുതൽ കാലം കേടുകൂടാതെ ഇരിക്കുവാനും എണ്ണ കുറച്ച് കൂടുതൽ ഒഴിക്കുക. ഞാനിവിടെ നല്ലെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും ഉപയോഗിക്കാവുന്നതാണ്. കൂടുതൽ കാലം സൂക്ഷിക്കുന്നുണ്ട് എങ്കിൽ നല്ലെണ്ണയാണ് കൂടുതൽ നല്ലത്. ഈ എണ്ണ ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1.5 ടീസ്പൂൺ കടുക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് 5-6 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊരു 1 മിനിറ്റ് നേരം എണ്ണയിൽ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 കിലോ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് തൊലി കളഞ്ഞതിന് ശേഷം ഒന്ന് കഴുകി ഉണക്കി എടുത്തതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊരു 2 മിനിറ്റ് നേരം ഈ എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ നോർമൽ നല്ല എരിവുള്ള മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഈ മസാലപ്പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ നന്നായി പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് എന്നിവ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഉലുവ പൊടി വളരെ എളുപ്പത്തിൽ നമുക്ക് വീടുകളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരു പാനിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറെടുത്ത് അതിലൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഗ്രേവി കുറച്ച് കട്ടിയിലാണ് അച്ചാർ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ വിനാഗിരി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. എണ്ണയൊക്കെ വിട്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നതിനായി 2 ടീസ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഏത് അച്ചാർ ഉണ്ടാക്കുമ്പോഴും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അച്ചാർ കൂടുതൽ കാലം കേടുകൂടാതെ ഇരിക്കും. അച്ചാർ ഉണ്ടാക്കി ചൂടാറിയതിന് ശേഷം കുപ്പികളിലോ ഭരണികളിലോ നിറക്കുക. അച്ചാർ ഉണ്ടാക്കി ആ പാത്രത്തിൽ തന്നെ 2-3 മണിക്കൂർ വെച്ച് ചൂടാറിയതിന് ശേഷം കുപ്പികളിൽ നിറക്കുന്നതാണ് നല്ലത്. അച്ചാറിൽ വിനാഗിരി ഉപയോഗിക്കുന്നത് കൊണ്ട് ഇരുമ്പ് പാത്രങ്ങളോ അലുമിനിയം പാത്രങ്ങളോ അച്ചാർ ഉണ്ടാക്കുവാനും സൂക്ഷിക്കുവാനും ഉപയോഗിക്കരുത്. നനവുള്ള കുപ്പികളിൽ ഒരിക്കലും അച്ചാർ സൂക്ഷിച്ചു വെക്കരുത്. പറ്റുമെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കിയ കുപ്പികളിൽ സൂക്ഷിക്കുക. അച്ചാർ കുപ്പിയിൽ നിന്ന് എടുക്കുവാൻ ഒരിക്കലും നനവുള്ള സ്പൂൺ ഉപയോഗിക്കരുത്. എപ്പോഴും ഉണങ്ങിയ സ്പൂൺ മാത്രം ഉപയോഗിക്കുക. അച്ചാർ കൂടുതൽ കാലം കേടുകൂടാതെ ഇരിക്കുവാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. കുപ്പിയിലോ ഭരണിയിലോ ആക്കിയതിനു ശേഷം 2 ദിവസം പുറത്ത് വെച്ച് സെറ്റായതിനു ശേഷം മാത്രം ഫ്രിഡ്ജിൽ വെക്കുക. ഇപ്പോൾ നമ്മുടെ അച്ചാർ ഉണ്ടാക്കിയതിന് ശേഷം ഏകദേശം 3 മണിക്കൂർ ആയിട്ടുണ്ട്. ഇപ്പോൾ അച്ചാർ നന്നാവണ്ണം തിക്കായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണിത്. എല്ലാവരും ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ.
മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.